നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കേറി പോന്നോളിൻ. സുഹൃത്തുക്കളെ, എനിക്ക് മ്യൂസിക് വരുന്നു. ഈ മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അമ്മയാണ് ഇഷ്ടപ്പെടുവേ. നാട്ടിൽ ഭീരുവാണേ, ചങ്കനാണേ, വള്ളിക്കെട്ടാണേ, എന്നും കത്തിയാണേ, ധാർഷ്ട്യമാണേ, വല്ലാത്ത മോട, കാലം കാത്തു വച്ച വാഴയാണേ, എന്തൊരു കഷ്ടം ഞങ്ങൾ കേണി വെക്കാൻ വന്നവനേ. ഭയമാ ഓടിപ്പോകും അണ്ണൻ, പക്ഷേ ഡബിൾ ചങ്കൻ. ഇരുട്ടിൽ സിറ്റി മൊത്തം അണ്ണൻ വന്നാൽ പൊളിച്ചതേറി. ഓനെ തല്ലാനായി എന്നും ജനത്തിരക്ക്, ഓനെ പടച്ചു വെച്ച കടവുളുക്ക് 10 അടി കേട് ഇല്ലം മുടിച്ചു. മുഖനെ കുറിച്ച് ഓർക്കുമ്പോൾ ഗോവിന്ദൻ സഖാവ് ഈ പാട്ടങ്ങ് പാടുകയാണ്. നല്ല അർത്ഥവത്തായ വരികളാ അല്ലേ സുഹൃത്തുക്കളെ? മുഖന്റെ കാര്യത്തിൽ വളരെ കറക്റ്റാ. സുഹൃത്തുക്കളെ, കൂട്ടയാടി CPM-ൽ കൂട്ടയാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉൾക്കിരീടം ചുമക്കാൻ വയ്യെന്ന് സഖാക്കൾ കട്ടായം പറഞ്ഞു എടുത്ത് താഴെ ഇട്ടിട്ടുണ്ട്. ഇതങ്ങനെ കപ്പിത്താന്റെ പ്രതാപം അങ്ങ് അവസാനിച്ചു. ഈ കപ്പൽ ആടി ഉലയുന്നു സാർ, കപ്പിത്താൻ ശരിയല്ല സാർ, കപ്പിത്താനെ മാറ്റണം സാർ എന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം മുഖ്യനെ എടുത്തിട്ടങ്ങ് തട്ടുപാടെ CPI പോലും ഒന്ന് പോവേന്ന് പറഞ്ഞു കഴിഞ്ഞു. കഷ്ടിച്ചാണ് പൊന്നണ്ണ ചിഹ്നം തിരികെ പിടിച്ചത്. അല്ലെങ്കിൽ ബാലണ്ണം പറഞ്ഞ പോലെ മരപ്പെട്ടിയായേനെ ചവല കോണകത്തിൽ. ഇനി റിസ്ക് എടുക്കാൻ വയ്യ. റിസ്ക് എടുക്കാൻ പറ്റൂലണ്ണ. ഈ ദുഃഖത്തിന്റെ പാനപാത്രം അങ്ങ് താഴെ വെച്ചില്ലെങ്കിൽ നാട്ടുകാർ നെഞ്ചത്തോട്ട് കയറി കുമ്മിയടിക്കും. അതാണ് അവസ്ഥ. കാരണഭൂതം പിണുവാതിര ഏറ്റില്ല. പറക്കുന്ന കഴുകനും കുതിക്കുന്ന കുതിരയും സൂര്യനും നാട്ടാരി പൂച്ചിച്ചങ്ങ് തള്ളി. അത് കേട്ടാൽ മലയാളി ചിരിക്കും. അമ്മാതിരി ചിരിയാണ് അവർ ചിരിക്കുന്നത്. ഇജാതി കോമഡി എന്നാണ് ഊഞ്ഞാലാട്ടല് വരുന്നത്. പോരായ്മ പഠിക്കും, തിരുത്തും എന്ന് മുഖ്യൻ പറഞ്ഞില്ലേ? ആ പോരായ്മ ഇങ്ങളാണ് പൊന്നണ്ണ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് രാജിവെക്ക്, ഒന്ന് പുറത്ത് പോ മനസ്സാ. CPM-കാരങ്ങ് തൊഴുകയാണ് കേട്ടോ ഈ മനുഷ്യനെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. ഇല്ല, ഞാൻ പോകൂല, ഞാൻ രാജിവെക്കൂല, കസേര ഒന്നും ഞാൻ തരൂല്ലടാ എന്ന് പറഞ്ഞ് അള്ളി പിടിച്ചൊരൊറ്റ ഇരിപ്പായി മുതല്. ഉടുമ്പ് വിടുത്തമാണ് പിടിച്ചിരിക്കുന്നത് കസേരയിൽ. നമുക്ക് ഒരു പിടുവാതിര കൂടി ഇറക്കിയാലോ അങ്ങോട്ട്? ഈ ഓർമ്മിപ്പിക്കല്ലേ പൊന്നോ. ഒന്നിന്റെ ക്ഷീണം തന്നെ തീർന്നിട്ടില്ല. എന്നീ പാർട്ടി ലോകമെങ്ങും വല്ലാതെ അങ്ങ് ശോഭിച്ച് നിൽക്കുകയാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന് തള്ളി. ഒടുവിൽ തോറ്റു തൊപ്പിയിട്ടപ്പോഴോ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരു റോളും ഇല്ലെന്ന് പറഞ്ഞൊരൊറ്റ ഓട്ടോ ഈ മനുഷ്യൻ. ഇവിടെ കിടന്ന ക്യാപ്സൂൾ ഇറക്കി മരിച്ചതാരാ? ഗോവിന്ദനും കൂട്ടരും. അല്ല, കാര്യമുണ്ടോ ഇത്? ഓരോ കോമഡി ക്യാപ്ഷൻ അടിച്ചിട്ട് ഇങ്ങനെ എങ്ങോട്ടേലും ഒക്കെ അങ്ങ് പോകും. മെഴുകേണ്ടതാരാ? ഞങ്ങളാണെന്ന് ഗോവിന്ദൻ സഖാവിന്റെ കരച്ചിൽ. ആലത്തൂരിലെ ഇന്ത്യ കാണാൻ വിദേശത്തൂന്ന് ആളെത്തുന്ന ട്രോളന്മാര് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. രാധാകൃഷ്ണന്റെ കാര്യം വല്ലാത്ത കഷ്ടാ. കേരളത്തിൽ ആകെയുള്ള ഒരേ ഒരു ഇന്ത്യയിലെ MP. അതിലും കഷ്ടാണ് ജോയിയുടെ കാര്യം. അതാണ് പ്രശ്നം. പുറത്തിറങ്ങിയാൽ ആറ്റിങ്ങലിലെ തോറ്റ MP എന്നാണ് നാട്ടുകാർ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഗോവിന്ദൻ സഖാവിന് വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ജോയി ജയിച്ചങ്ങ് തോറ്റെന്ന് ഓരോ കൊനിഷ്ട് വാക്കും കണ്ടുപിടിച്ചോണ്ട് വന്നോളും. എന്റെ പൊന്നോ മതി, ഇനി നമുക്ക് പറ്റൂല. ഇനിയും ഈ തോൽവികളെയൊക്കെ സഹിച്ചാൽ പാർട്ടിയുടെ ആപ്പീസ് പൂട്ടും. അതുകൊണ്ട് ഒരു അഴിച്ചുപണി ആവശ്യമാണെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളും അണികളും ഇതിൽ ഗൗരവമായ ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കരകമ്പി വരുന്നത്. പറ്റൂല, സമ്മതിക്കൂല ഞാനിത്. ഞാൻ ഈ കസേര വിട്ടു തരൂലെന്ന് മുഖ്യൻ കാവടി എടുത്ത് തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഭരണം തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ കയ്യിൽ. അതാണ് ഞാൻ സ്വപ്നം കാണുന്ന കിനാശേരി. വിട്ട് തരൂലടാ ഞാൻ. ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്നിട്ടുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനേ ഇരട്ട ചങ്കനാണ്, ക്യാപ്റ്റനാണ്, പറഞ്ഞേക്കാം. ഇച്ചി മുള്ളി അതോ ലോകത്തെ വരെ പേടിയാണ് ഈ മനുഷ്യന്. എന്നിട്ടാണ് ഇമാതിരി ഡയലോഗടി അടിക്കുന്നത്. തോൽവിയുടെ കാരണം ഉത്തമന്മാർ ചോദിച്ചിട്ട് മാനത്തോട്ട് നോക്കിയിരിക്കുകയാണ് ഡബിൾ ചങ്കൻ. ഇത് ലളിതമായി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ താത്വികമായ ഒരു ലൈൻ ഇട്ടു. ജനവികാരത്തിന്റെ അടിത്തട്ടിന്റെ അന്തരാളത്തിൽ ആഴത്തിൽ കിടന്ന ജൽപ്പനങ്ങൾ വോട്ടിംഗ് മെഷീനിലേക്ക് പ്രതിഫലിച്ചപ്പോൾ നീലപ്പടയുടെ മേൽക്കോയ്മ അങ്ങുയർന്നു. ചെവപ്പിനെ തകർക്കാനുള്ള ഈ ഗൂഢപദ്ധതി നമ്മൾ എതിർക്കേണ്ടിയിരിക്കുന്നു. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. ആ ചതിയിൽപ്പെട്ട് നമ്മൾ ഒന്ന് തളർന്നു വീണു ഈ യുദ്ധഭൂമിയിൽ. എങ്കിലും തളരരുത് നമ്മൾ. പൂർവാധികം ശക്തിയോടെ തിരികെ എത്തണം സഖാക്കളെ. ഈ യുദ്ധഭൂമിയിൽ നമ്മൾ ഉണ്ടാകണം. ആർക്ക് മുന്നിലും അടിയറവ് പറയുന്നവരല്ല സഖാക്കൾ.
തോൽവി സമ്മതിച്ചിരിക്കുന്നു, തോൽവി സംഭവിച്ചിരിക്കുന്നു. അത് നമ്മുടെ മസ്തിഷ്കങ്ങളിലേക്ക് കടത്തിവിടുക. എൻ്റെ മസ്തിഷ്കത്തിൽ നിന്നും ആ ആശയം നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ അതൊരാശയമാകും. ആ ആശയമാണ് നമുക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. അല്ല സഖാവ്, ഇത് ലളിതമായിട്ടൊന്ന് പറഞ്ഞ ഇതെങ്ങനെയാ സംഭവം എന്നൊന്നും പറ്റൂല. എനിക്ക് ഇത്രയൊക്കെ ലളിതമായിട്ടേ തള്ളാൻ അറിയത്തുള്ളൂ. ജനങ്ങളും അടുത്ത് അവര് UDF ജയിപ്പിച്ച്, അതിനാണ് അന്തരാളത്തിന്റെ നമ്മളെ കൊണ്ടൊന്നും പറയിക്കരുത്. സുഹൃത്തുക്കളെ, ഇനിയുമുണ്ട് ഇവരുടെ കരച്ചിൽ. അപ്പം നമുക്ക് കാണാം.